പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവാത്മാവ് നമുക്ക് പരിചയപ്പെടുത്തി തരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയുള്ള കുടുംബം, കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഭാര്യയും ഭർത്താവും ദൈവത്തിൽ ഉള്ളതായ വിശ്വാസത്താൽ അതിന് പരിഹാരം കാണുവാൻ കഴിയുമെന്ന് അവരുടെ മാതാപിതാക്കളിൽ നിന്നും പഠിച്ച കുടുംബം. ഇത്ര മനോഹരമായ ഒരു കുടുംബത്തെ ഭൂമിയിലെങ്ങും കാണുവാൻ കഴിയുകയില്ല. വായിക്കാൻ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇസഹാക്കിനെയും റിബേക്കയെയും നമുക്ക് പരിചയപ്പെടുവാൻ കഴിയും. ഇസഹാക്കിൻ്റെ അപ്പനായ അബ്രഹാമിന് മക്കളില്ലായിരുന്നു നമുക്കറിയാം. പക്ഷെങ്കിൽ വിശ്വാസത്താൽ ദൈവം തനിക്കൊരു വാഗ്ദത്ത സന്തതിയെ കൊടുത്ത അതാണ് ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ ജീവിതത്തിലും അതേ പ്രശ്നം തനിക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ താൻ ചഞ്ചലപ്പെട്ടില്ല, ആവലാതിപ്പെട്ടില്ല. തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു വിശ്വാസമുള്ള ഒരു ഹൃദയം ഇസഹാക്കിന് ലഭിച്ചു. 21-ാം വാക്യത്തിൽ ഇസഹാക്ക് തൻ്റെ ഭാര്യ റിബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൾ ഗർഭിണിയായി. പ്രശ്നം കഴിഞ്ഞില്ല, പ്രശ്നം ആരംഭിക്കുകയായി. റിബേക്ക ഗർഭിണിയായതിനു ശേഷം അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ഗർഭത്തിൽ 2 ശിശുക്കളാണ്. ദിവസവും കുഞ്ഞുങ്ങൾ തമ്മിൽ ഭയങ്കര യുദ്ധം, ഭയങ്കര ശാരീരിക പ്രശ്നങ്ങൾ റിബേക്ക നേരിടുകയാണ്. മക്കളില്ലായിരുന്നെങ്കിൽ ഇല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ ഇപ്പോൾ ദൈവം കൊടുത്തപ്പോൾ 2 കുഞ്ഞുങ്ങളെയാണ് അവളുടെ ഉദരത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്. വേദന കൊണ്ട് അവൾ പുളയുകയാണ്. ഇതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് അവൾ ചിന്തിച്ചു. 22-ാം വാക്യം വായിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. പ്രൈസ് ദി ലോർഡ്. അവളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു പ്രയാസം, വ്യക്തിപരമായ വേദനയുടെ പശ്ചാത്തലം, ഒരു സഹിക്കാൻ വയ്യാത്ത വേദനയ്ക്ക് അവൾ പാത്രീഭൂതയായപ്പോൾ അതിനും പരിഹാരം അവൾ ദൈവത്തിൽ നിന്നുണ്ടാകും എന്ന് വിശ്വസിച്ചു. അവളും പ്രാർത്ഥിക്കുകയാണ്. ഒരു വൈദ്യനെ കാണുവാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞതിനൊരു ആശ്വാസം കണ്ടെത്തുവാനോ അവൾ പോയില്ല. കാരണം അവൾക്കറിയാം അവൾക്ക് സന്തതിയെ കൊടുത്തത് ദൈവമാണ്. ദൈവത്തിന് ചില പ്രവൃത്തികൾ അതിൻ്റെ പിന്നിൽ കാണുമെന്ന് അവൾ വിശ്വസിച്ചു. ദൈവത്തോട് ചോദിക്കാൻ പോയി, കർത്താവേ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. ഈ കുഞ്ഞുങ്ങൾ തമ്മിൽ എൻ്റെ ഉദരത്തിൽ കിടന്ന് ഭയങ്കര മല്ലടിയാണ്. എന്താണ് ഇതിന് കാരണം? ഇതിലും നല്ലത് ഞാൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവത്തോട് സങ്കടത്തോട് നിലവിളിച്ചു. നോക്കൂ ആ കുടുംബത്തിൻ്റെ അവസ്ഥ. ദൈവം അവളുടെ പ്രാർത്ഥനയെ കേട്ടു. അവൾക്ക് ഉത്തരമരുളി. ദൈവം താഴേക്ക് ഇറങ്ങി വന്ന് ചില ആലോചന അവൾക്ക് കൊടുക്കുന്നതായി കാണും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 23-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം അവളോട് പറയാണ്, മകളെ റിബേക്കേ, നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ സങ്കടവും ഞാൻ കേട്ടു. പക്ഷെങ്കിൽ ഒരു വിഷയം നീ മനസ്സിലാക്കുക, നിൻ്റെ ഉദരത്തിൽ 2 ജാതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. 2 തലമുറ, 2 വംശം. ആ 2 വംശത്തിന് 2 സ്വഭാവമാണ്. 2 സ്വഭാവങ്ങൾ തമ്മിലുള്ളതായ മത്സരമാണ് നിൻ്റെ ഉദരത്തിൽ നടക്കുന്നത്. നിന്നിൽ നിന്നും 2 ജാതികൾ പുറപ്പെടണം. നോക്കൂ, പ്രാർത്ഥനയുള്ള കുടുംബമാണ് കുടുംബ പ്രാർത്ഥന. ദൈവത്തിൽ സകല പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുന്ന അനുഭവമുള്ള ഒരു കുടുംബം. പിതാവായ അബ്രഹാമിൽ നിന്നും സാറയിൽ നിന്നും നല്ല പാഠവും ഇസഹാക്കിന് ലഭിച്ചു. ഏത് വിഷയത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കുവാനുള്ളതായ ദൈവത്തിൽ നിന്ന് പരിഹാരം ലഭിക്കുമെന്ന് അവർക്ക് അനുഭവത്തോടു കൂടിയതായ പല പ്രാർത്ഥനാ അന്തരീക്ഷവും നിലനിൽക്കുന്ന മനോഹരമായ ഒരു കുടുംബം. പക്ഷെങ്കിൽ ദൈവം കൊടുത്തപ്പോൾ അവിടെ ചില മത്സരങ്ങളുണ്ടായി. 2 ജാതികൾ അവിടെ ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. ദൈവം നമുക്ക് ചിലപ്പോൾ ചില അനുഗ്രഹങ്ങൾ തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് നമുക്കങ്ങ് സ്വർഗത്തിലേക്ക് പോകാമെന്ന് നമ്മൾ വിചാരിക്കും. നോ, അവിടെ 2 സ്വഭാവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ആ സ്വഭാവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ 27-ാം വാക്യത്തിൽ വായിക്കുന്നു, കുട്ടികൾ വളർന്നു, ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായി, യാക്കോബ് സാധുശീലനും കൂടാരവാസിയും.
ഒരു വനസഞ്ചാരിയും ഒരു കൂടാരവാസിയും തമ്മിലുള്ളതായ മത്സരമാണ് ഉദരത്തിൽ നടന്നത്, ഭവനത്തിൽ നടന്നത്. അത് തീരത്തില്ല. എന്നും ആ യുദ്ധം നിലനിൽക്കുകയാണ്. ഇന്നും ആ യുദ്ധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവൻ വനസഞ്ചാരി, ഭവനത്തിൽ വരാത്തവൻ, അപ്പൻ്റെ പാഠവത്തിന് കീഴ്പ്പെടാത്തവൻ, അമ്മയുടെ ഉപദേശത്തിന് വഴങ്ങാത്തവൻ. എന്നാൽ വേറൊരുവൻ സാധുശീലൻ, അവൻ കൂടാരവാസിയാണ്. എന്താണെന്നറിയാമോ? അവൻ എന്നും വീട്ടിൽ വരും, അവൻ്റെ സന്ധ്യ വീട്ടിലാണ്. അവനോടുകൂടെ അല്പം എണ്ണയും അവൻ യാത്രയിൽ കരുതും. എവിടെ വെച്ചും ദൈവത്തിന് യാഗം കഴിക്കുമ്പോൾ ദൈവം എണ്ണയാൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സ്വഭാവം അവനിൽ നിൽക്കും. ഒരുവന് പ്രാർത്ഥനാ സ്വഭാവമില്ല, അവൻ വേട്ടക്കാരനാണ്, വനസഞ്ചാരിയാണ്. വനം എന്നും കുന്നും ഒരുപോലിരിക്കുമെന്നുള്ളതായ ഒരു ചിന്ത. എന്നാൽ കൂടാരവാസിക്കറിയാം, ഈ കൂടാരം നിലനിൽക്കുന്ന കൂടാരമല്ല. അങ്ങ് ദൂരെ അവൻ്റെ വല്യപ്പനിൽ നിന്ന് അവൻ ഒരു കാര്യം പഠിച്ചു: ഈ കൂടാരങ്ങളെല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ കൂടാരത്തിന് ശേഷം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു പട്ടണം വെളിപ്പെടും. ആ പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നുള്ളതായ ഒരു വാഗ്ദത്തം ലഭിച്ചതായ ഒരു സന്തതി. അങ്ങനെ രണ്ട് സന്തതി, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്ന സന്തതിയും താൽക്കാലികതകളിൽ കഴിഞ്ഞു പോകുന്ന ഒരു സന്തതിയും. രണ്ട് സന്തതികളാണ് പ്രാർത്ഥനയുള്ളൊരു ഭവനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വലിയ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നു. പക്ഷെങ്കിൽ അവിടെ രണ്ട് ജാതികളുടെ മത്സരം. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ വിശ്വാസിയായിരിക്കാം, പ്രാർത്ഥനയുള്ളവരായിരിക്കാം, പ്രത്യാശയും ആരാധനയും നല്ല ക്രിസ്തീയ അന്തരീക്ഷവും അടിസ്ഥാനവും നല്ല നല്ല ബന്ധങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കാം. കുറ്റങ്ങളൊന്നും ചെയ്യാതെ സകല കാര്യത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരായിരിക്കാം. ശ്രദ്ധിക്കുക, നമ്മുടെ ഭവനത്തിൽ രണ്ട് ശക്തികളുടെ പോരാട്ടങ്ങളുണ്ട്. ഒന്ന് വനസഞ്ചാരിയുടെ പോരാട്ടം, രണ്ട് കൂടാരവാസിയും സാധുശീലിൻ്റെയും. ഒരുവന് അപ്പനോടും അമ്മയോടും യാതൊരു പ്രതിബദ്ധതയുമില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും കൊടുക്കണമെന്നും ഒരു ചിന്തയുമില്ല. ഇസഹാക്ക് വൃദ്ധനായപ്പോൾ തൻ്റെ മകനോട് വിളിച്ചു പറയുകയാണ്, ഏശാവിനെ വിളിച്ചു പറയാം, വനസഞ്ചാരിയെ, നീ ഇങ്ങോട്ട് വന്നാട്ട്. ഇതുവരെയും നീ നിൻ്റെ കൈ കൊണ്ട് എനിക്ക് ഒന്നും തന്നിട്ടില്ല. ഇപ്പോഴെങ്കിലും നീ നിൻ്റെ വേട്ട കൊണ്ട് നീ സമ്പാദിച്ചതായ ഒരു മൃഗത്തെ പാചകം ചെയ്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. ഞാൻ നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്തെങ്കിലും ഒന്ന് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. നോക്കൂ, അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമില്ല. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അപ്പനോടും അമ്മയോടും കൂടെ ചേർന്ന് ജീവിക്കുന്നവൻ. രണ്ടുപേരും ഒരു പ്രായക്കാരാണ്, അല്പം വ്യത്യാസമേ ഉള്ളൂ, ഇരട്ട കുഞ്ഞുങ്ങളാണ്. ചില മണിക്കൂറുകളുടെയോ ചില നിമിഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരുവനിൽ പ്രത്യാശയുള്ള സാധുശീലത, മറ്റവനിൽ വനസഞ്ചാരി, അവൻ ഇഷ്ടം പോലെ നടക്കുന്നവൻ. ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങളുടെ കൂടാരമാണ് ഒരു പ്രാർത്ഥനാലയം, ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള കുടുംബം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് നല്ല നല്ല സാക്ഷ്യങ്ങൾ ദൈവത്തോട് പറയുവാനുണ്ട്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ പാരമ്പര്യ ഉപദേശത്തിൻ്റെ ശ്രേഷ്ഠതയെ പലതും നമുക്ക് എടുത്തു കാണിക്കുവാനുണ്ടെങ്കിലും നോക്കൂ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സ്വന്തമായിട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ തലമുറകളിൽ രണ്ട് സ്വഭാവം, രണ്ട് ജാതി, രണ്ട് നിയമങ്ങൾ അത് നിലനിൽക്കുകയാണ്. വളരുമ്പോൾ, കുഞ്ഞുങ്ങൾ വളരുമ്പോൾ, 27-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്, കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയുമായി. അവൻ സാമർഥ്യമുള്ളവനാണ്, സമർത്ഥനാണ്. ഒരു മൃഗത്തെ കണ്ടാൽ അതിനെ വേട്ടയാടുവാൻ മിടുക്കനാണ്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ നീ സന്ധിയായാൽ വീട്ടിൽ വരത്തില്ല. മറ്റവനോ, അവൻ സാധുശീലനാണ്, അമ്മയുടെ ഉപദേശത്തിന് വഴങ്ങുന്നവൻ, അപ്പൻ്റെ സൗഖ്യത്തെ എപ്പോഴും നോക്കിക്കാണുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ, അവൻ കൂടാരത്തിൽ വസിക്കുന്നവൻ. നിങ്ങൾ ഇതിൽ ആരാണ്? വനസഞ്ചാരിയോ കൂടാരവാസിയോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരാണ്? വനസഞ്ചാരിയോ കൂടാരവാസിയോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ ആരാണ്? വനസഞ്ചാരിയോ കൂടാരവാസിയോ? നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന രണ്ട് യുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ ജാഗരൂകരാകുവാൻ, ബോധവാന്മാരാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. God bless you.